നൂൽപുട്ടിൻ്റെ മാവ് ബാക്കി വന്ന കുഞ്ഞു കുഞ്ഞു കൊഴുക്കട്ടേക്കിട്ട് ഉരുട്ടി അങ്ങോട്ട് ആവിയിൽ വേവിക്കും. വലുതാക്കിയിട്ട് ഉരുട്ടാട്ടോ. എന്നിട്ടൊരു ചെറിയ സൂത്രപ്പണി. പിന്നെന്താണെന്നല്ലേ അടുത്ത പരിപാടി, ചെറിയ ഉള്ളി എടുക്കുക, അതങ്ങോട്ടൊന്ന് നടുകീറി ചതച്ചെടുക്കുക നല്ലോണം. പിന്നെ ചതയ്ക്കുക. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇത്തിരി ഉഴുന്നും കൂടി ഇട്ടിട്ട് അതും കൂടി അങ്ങോട്ട് മൂപ്പിക്കുക. ഉഴുന്ന് മൂത്തു എന്ന് ഉറപ്പായാൽ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയെ പിന്നെ അതിലിട്ടിട്ട് നല്ലോണം വഴറ്റുക. നല്ലോണം ചോക്കനെ വഴറ്റണം. അങ്ങനെ പെട്ടെന്നാവാനുള്ള ഒരു എളുപ്പപ്പണി എല്ലാവർക്കും അറിയാലോ, ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കൊഴുക്കട്ട ചെറുതാക്കി നുറുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലുതാക്കി ഉരുട്ടി വെക്കാം. പക്ഷേ ഇത് അങ്ങനെ തിന്നാനും നല്ല സ്വാദാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുഞ്ഞിതാക്കി വെച്ചത്. ഇടയ്ക്ക് അങ്ങനെ എടുത്ത് തിന്നാലോ. ഉള്ളി നല്ലോണം ചോത്ത് കൂട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി ചതച്ച മുളക് കൂട്ടുകയാണ്. എന്നിട്ട് ഒക്കെ കൂടി ഒന്നും കൂടെ വഴറ്റണം കേട്ടോ. ഒരു 4 ഇതൾ കരുവേപ്പില ഇട്ടു. നല്ലോണം വഴറ്റി അതിലേക്ക് നമ്മുടെ നുറുക്കി വെച്ച കൊഴുക്കട്ട ഇടുക. അത്രയേ ഉള്ളൂ പണി. ഇരുന്നുള്ള കായപ്പൊടിയും കൂടി ഇടും. മീതെ വെതറെ പണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ചായക്കടിയായിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. അടിപൊളിയാണേ, ഉണ്ടാക്കി നോക്കണേ.